നമസ്കാരം. ന്യൂസ് എഡിറ്റർ ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. 17/5/2026 മാതൃഭൂമി പത്രത്തിൽ വിപണി നൈപുണ്യമുള്ള ഒരു വിദഗ്ധനെ തലവനാക്കി ഒരു സംഘം രൂപവൽക്കരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും ആ തലവന് തൻ്റെ ടീമിലെ മറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നും മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരം നിർദ്ദേശിക്കുന്നുണ്ട്. ഇസ്രായേൽ അമേരിക്ക വാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ചിദംബരം എത്തിയിരിക്കുന്നത്. ലേഖനം വിശദമായിട്ട് വായിക്കാം. ലക്ഷ്യം മറക്കുന്ന കളി. എല്ലാം ഒരുമിച്ച് കൂടുകയാണ്. യുഎസുമായി നമുക്കുള്ള ബന്ധം നികുതി കാരണം വഷളായിരിക്കുന്നു. AI തരംഗത്തിന്റെ തെറ്റായ വശത്താണ് നാം നിൽക്കുന്നത്. ഇറാൻ സംഘർഷം നടക്കുന്ന സമയത്ത് നാം ഒരു വലിയ ഇന്ധന ഇറക്കുമതി രാജ്യമാണ്. നമുക്ക് എൽ നിനോയെയും നേരിടേണ്ടതുണ്ട്. വിദേശ മൂലധനം തിരികെ എത്തിക്കുന്നതിനെ കുറിച്ച് സർക്കാർ കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകളിലെന്ന പോലെ നികുതി ഇളവുകളിലൂടെയും ഇത് സാധ്യമാക്കാം. നിയന്ത്രണങ്ങളും അന്വേഷണ ഏജൻസികളും കാരണം താഴെത്തട്ടിലുള്ള ബിസിനസ് അന്തരീക്ഷം ഇപ്പോഴും ദുഷ്കരമായി തുടരുന്നതിനാൽ സ്വകാര്യ നിക്ഷേപം നിശ്ചലമാണ്. ഇന്ത്യ എപ്പോഴും ശുഭാപ്തി വിശ്വാസികളെയും നിരാശാവാദികളെയും ഒരുപോലെ നിരാശപ്പെടുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഓഹരി വിപണി ഇപ്പോഴും നമ്മുടേതാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഈ വാക്കുകൾ ഞാൻ പറഞ്ഞതല്ല, ഇത് രുചിർ ശർമ്മയുടെ പ്രസ്താവനയാണ്. BJP സർക്കാരിന്റെ സാമ്പത്തിക നടത്തിപ്പിനെതിരെയുള്ള വ്യക്തമായൊരു കുറ്റപത്രമാണിത്. എന്നാൽ ഞാനും ഇതേ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നത് സത്യമാണ്. പ്രത്യേകിച്ചും വഷളായ US ബന്ധം, വിദേശ മൂലധനം തിരികെ എത്തിക്കൽ, ബിസിനസ് അനുകൂലമല്ലാത്ത നിയന്ത്രണാന്തരീക്ഷം, അന്വേഷണ ഏജൻസികളുടെ പങ്ക് എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ശ്രദ്ധേയമായ കുമ്പസാരം നടത്തി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾക്ക് ജനങ്ങളോട് ചില ത്യാഗങ്ങൾ സഹിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. US-ഇസ്രയേൽ ഇറാൻ യുദ്ധം മെയ് 31 3 മാസം പിന്നിടും. ഇതിന്റെ അവസാനമാകട്ടെ എങ്ങും കാണാനുമില്ല. എല്ലാ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിന്റെ ഭാഗമാണ്. ബെന്റ് ക്രൂഡ് ഓയിലിന്റെ വില വീപ്പയ്ക്ക് $107 അടുത്ത ഉയർന്ന നിലയിൽ തുടരുകയാണ്. ഒരു $1 $95.70 രൂപ എന്ന നിരക്കിൽ രൂപയുടെ മൂല്യം അതിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് നിൽക്കുന്നത്. ഉപഭോക്തൃ വില സൂചിക പ്രകാരമുള്ള ഔദ്യോഗിക പണപ്പെരുപ്പ നിരക്ക് 3.5%, ഭക്ഷണ സാധനങ്ങളുടെ പണപ്പെരുപ്പ നിരക്ക് 4.3%. ഗാർഹിക LPG സിലിണ്ടറിന് 913 രൂപയും വാണിജ്യ സിലിണ്ടറിന് 3071 മുതൽ 3237 രൂപയുമാണ് വില. മൊത്ത സൂചിക പ്രകാരമുള്ള പണപ്പെരുപ്പ നിരക്ക് 8.3%. 2025 ഏപ്രിൽ-ഡിസംബർ കാലയളവിലെ അറ്റ വിദേശ നിക്ഷേപം FDI വെറും $300 കോടി, FPI നെഗറ്റീവ് $430 കോടി എന്നിങ്ങനെയാണ്. 2025-26 വർഷത്തിൽ സ്വകാര്യ മൂലധന നിക്ഷേപത്തിനായുള്ള താൽപ്പര്യങ്ങൾ ആകെ 6.6 മുതൽ 6.8 ലക്ഷം കോടി രൂപ വരെ ആയിരിക്കുന്നു. 2025-26 വർഷത്തെ സ്വർണ്ണ ഇറക്കുമതിയുടെ മൂല്യം $7,200 കോടി ആയിരുന്നു. വർഷത്തിൽ ശരാശരി 50 ദിവസത്തെ തൊഴിൽ നൽകിയിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കിയതിനു ശേഷം പാവപ്പെട്ടവർക്കായി മറ്റ് വേതന തൊഴിൽ പദ്ധതികളൊന്നും ഇന്ന് നിലവിലില്ല. പ്രധാനമന്ത്രി ജനങ്ങളോട് പല കാര്യങ്ങളും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് തന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിമർശനാത്മകമായ ഒരു വിശകലനമായിരുന്നു. ഇന്ധന ഉപഭോഗത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ധൂർത്ത് കാണിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഉദ്ഘാടനങ്ങൾക്കും സർക്കാരുകളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുമൊക്കെയായി അദ്ദേഹം ഒരുവിധം എല്ലാ ദിവസവും ഡൽഹിയിൽ നിന്ന് വിമാനം കയറുകയും ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹമായിരുന്നു ഏറ്റവും നീളമേറിയത്. ഇപ്പോൾ അദ്ദേഹം അത് ചുരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ഇന്നത്തെ ദുർബലമായ സാമ്പത്തിക സാഹചര്യത്തെക്കുറിച്ച് ഒരു തവണ പോലും ഒന്നും സംസാരിച്ചിട്ടില്ല. വാണിജ്യ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കുന്ന തിരക്കിലാണ് അവർ. ഒടുവിൽ കണക്കനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടെ അദ്ദേഹം 9 സ്വതന്ത്ര വ്യാപാര കരാറുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്.